വോണ്ടർസ്കേപ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോകത്തുള്ള എല്ലായിടത്തെയും പോലെ ഇവിടെ UK-ലും ഞങ്ങൾ വീട്ടിലിരിക്കുകയാണ് കൊറോണ വൈറസിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ എന്നാലും ഞങ്ങൾക്ക് നാട്ടിൽ നിന്നും അതേമാതിരി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ഫ്രണ്ട്സിൻ്റെ ക്വരീസ് വരാറുണ്ട്. അവിടെ എങ്ങനെയുണ്ട്? കാരണം റിപ്പോർട്ട്സൊക്കെ കേൾക്കണത് UK-ൽ കുറച്ച് ആശങ്കാജനകമായ കണ്ടീഷനാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ UK-ലെ കൊറോണ വൈറസ് സിറ്റുവേഷൻ അതേമാതിരി ഞങ്ങളെ പേഴ്സണൽ ലൈഫിൽ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ തവണ ഞങ്ങളൊരു കൊറോണ വൈറസ് സിറ്റുവേഷൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ കുറച്ചിങ്ങനെ ഒരു ആശങ്കയിലാണ് നിർത്തിയത്. കാരണം കുട്ടികൾക്ക് സ്കൂൾ അടച്ചിട്ടുണ്ടായിരുന്നില്ല, അവർക്ക് സ്കൂളിലേക്ക് പോകണം എന്നുള്ളതൊക്കെ ഒരു ടെൻഷനിലായിരുന്നു. ഫോർച്യുനേറ്റ്ലി അതൊക്കെ കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിയുമ്പോഴേക്കും ഇവിടെ ഗവൺമെൻറ് ലോക്ക്ഡൗൺ അനൗൺസ് ചെയ്തു. മാർച്ച് 23 മുതലാണ് ഇവിടെ ലോക്ക്ഡൗൺ അനൗൺസ് ചെയ്തത്. 3 ആഴ്ചക്കായിരുന്നു. അതെ, ഇനീഷ്യലി. അപ്പോൾ ഈ ലോക്ക്ഡൗണിൽ എന്താ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു സ്റ്റേ അറ്റ് ഹോം ആസ് ഫാർ ആസ് പോസിബിൾ. ഗവൺമെൻറ്റിൻ്റെ പ്രകാരം 4 റീസൺസിനെ നമ്മൾ പുറത്ത് പോകാൻ പാടുള്ളൂ. അത് ഒന്ന് ബേസിക് നെസസറി ഗ്രോസറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി, പിന്നെ എക്സസൈസ് അത് വേണമെന്നാണ് ഗവൺമെൻറ് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ ദിവസം ഒരു തവണ അതിനു വേണ്ടി പുറത്ത് പോകാം. പക്ഷേ എല്ലാവരും കൂടി കൂട്ടം കൂടിയൊന്നും പോകാൻ പാടില്ല. ഫിസിക്കൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അത് ചെയ്യാൻ പാടുള്ളൂ. അതെന്ന് വെച്ചാൽ അത് റണ്ണിങ്, വാക്കിംഗ്, സൈക്ലിംഗ് അതല്ലേ, ആ ബേസിക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പുറത്ത് പോകാൻ വേണ്ടത്. പിക്നിക് ആക്കരുത് അത്. പിന്നെ നമുക്ക് മെഡിസിൻസ് വല്ലതും വാങ്ങണമെങ്കിൽ അതിന് വേണ്ടി പോവാം ഫാർമസിയിലേക്ക്. പിന്നെ എസെൻഷ്യൽ വർക്ക് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ ചില ആൾക്കാർ ജോലി ഉണ്ടാവും, അവർക്ക് എന്തായാലും ഓഫീസിൽ പോയേ പറ്റൂ. അങ്ങനെയുള്ള ജോലിക്ക് വേണ്ടി ട്രാവൽ ചെയ്യാം. അതല്ലാതെ നിങ്ങൾ പുറത്തിറങ്ങരുത് എന്നാണ് ഗവൺമെൻറ്റിൻ്റെ അഡ്വൈസ്. സ്കൂൾസ് എല്ലാം അടച്ചിരിക്കുകയാണ്, കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് എല്ലാം അടച്ചിരിക്കുകയാണ്, പബ്സ്, റെസ്റ്റോറൻറ്റ്സ് എല്ലാം, അങ്ങനത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ്, അതെ, പബ്ലിക് പ്ലേസസ് ഒക്കെ ക്ലോസ് ഡൗൺ ആയിരിക്കുന്നുണ്ട്. മ്യൂസിയംസ്, ലൈബ്രറീസ്, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, ചെറിയ ചെറിയ പാർക്കുകളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ ബസ്സും ട്രെയിനും ഓടുന്നുണ്ട്, വളരെ ലിമിറ്റഡ് ഇതിൽ. കാരണം എസെൻഷ്യൽ വർക്കേഴ്സിന് ചിലർക്ക് പോകണമെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കേണ്ടി വരുന്നവർക്ക് വേണ്ടിയിട്ടെന്നുള്ള പോലെയാണ്. അത് ഭയങ്കര റെഡ്യൂസ്ഡ് സർവീസസ് ഉള്ളൂ, ഉണ്ട്, പക്ഷെ റെഡ്യൂസ്ഡ് ആണ്. ഫ്ലൈറ്റ്സും ഓപ്പറേഷനിലാണ്. അപ്പോൾ ചില കൺട്രീസിനൊക്കെ എപ്പോഴും നോർമലായിട്ട് ഫ്ലൈറ്റ്സ് ഇവിടെ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ബാൽക്കണിയിൽ നിന്നാൽ ഞങ്ങൾക്ക് ഇങ്ങനെ കാണാം. പണ്ട് 100 വണ്ടി കണ്ടായിരുന്നത് ഇപ്പോൾ ഒരു 20-30% വണ്ടികളെ കാണുന്നു. പക്ഷെ എന്നാലും വണ്ടികൾ കാണാം. പക്ഷെ അത് വീക്ക് ഡേയ്സിലാണ് അധികം കേട്ടോ. ഞങ്ങൾ ഒബ്സർവ് ചെയ്തിരുന്നു. വീക്കെൻഡ്സിൽ ആൾക്കാർ കഴിയുന്നതും പുറത്ത് ഇറങ്ങണില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ വീട്ടിലിരുന്നിട്ട് തോന്നുന്നത്. കാരണം വണ്ടികളുടെ എണ്ണം വളരെ കുറവാണ് സാറ്റർഡേ സൺഡേസിൽ. അപ്പോൾ എല്ലാവരും അത് ഒരു വിധമൊക്കെ പാലിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആദ്യത്തെ ഒരാഴ്ച ഒരു വീക്കെൻഡ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആൾക്കാർക്ക്. ഞങ്ങൾ കണ്ടിരുന്നു പാർക്സിലേക്ക്, ബീച്ചില്, അതുപോലെ ചില സ്നോഡോണിയ അങ്ങനെയല്ലേ ചില അവിടെയൊക്കെ ആൾക്കാർ ഈ വീക്കെൻഡ് ആയപ്പോൾ കാർ ഓടിച്ച് അവിടെ പോയി അവിടെ എത്തിയിരുന്നു. അപ്പൊ അത് അതെന്താന്ന് വെച്ചാൽ ഇവിടെ ആക്ച്വലി വിന്റർ കഴിഞ്ഞ് സ്പ്രിംഗ് ആയി. വെതർ, ലവ്ലി വെതർ എന്ന് പറയില്ലേ, ബ്രിട്ടീഷ് സമ്മറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഏറ്റവും ബെസ്റ്റ് കാലാവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ അത് കാരണം ആൾക്കാർ ടെംപ്റ്റഡ് ആവുകയാണ് പുറത്തിറങ്ങാൻ. പൊതുവെ മനസ്സിലാക്കിയിരിക്കുന്ന കുറേ ആൾക്കാർ ഇപ്പോൾ പാലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഇതൊക്കെ ചെയ്ത. പക്ഷെ എന്നാലും എല്ലായിടത്തുള്ള പോലെ ഒരു ഫ്യൂ പെർസെൻറ്റേജ് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ട്, പാലിക്കുന്നില്ല, പാർട്ടികൾ നടത്തുന്നുണ്ട്, അതൊക്കെ ഉണ്ട്, അതൊക്കെ ചെറുതായിട്ടുണ്ട്. പക്ഷെ എന്നാലും പൊതുവെ നല്ല ഇതായിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഇവിടുത്തെ ഞങ്ങളുടെ ലോക്ക്ഡൗൺ വിശേഷങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഓൾമോസ്റ്റ് 5 ആഴ്ചയായി തോന്നുന്നുണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. മാർച്ച് 17 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കുട്ടികൾ 20 കുട്ടികൾ സ്കൂളിൽ പൂട്ടിയത് 20 ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ഞങ്ങൾ ഓൺലൈൻ വഴിയാണ്. ഇപ്പോൾ എവറി 2 വീക്സിന് പോലെയൊക്കെയാണ് ഞങ്ങൾ ഡെലിവറി എടുക്കണത്. കാരണം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്ലോട്ട്സ്. എല്ലാവരും എനിക്ക് തോന്നുന്നു ഓൺലൈൻ ഡെലിവറി എന്താ പറയുക ആശ്രയിച്ചിട്ട്.
അപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമുക്ക് കിട്ടണുള്ളൂ. എന്തായാലും പക്ഷെ നമുക്ക് കിട്ടി ഫോർച്ചുനേറ്റ്ലി. അതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. അത് കളക്ട് ചെയ്യാൻ വേണ്ടി ഈ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങിൻ്റെ താഴെ വരെ ഞങ്ങൾ പോയി. അതല്ലാതെ ഞങ്ങൾ വീട്ടിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ടില്ല. അതിനുവേണ്ടി 3 തവണ പോയി താഴത്ത്. പിന്നെ എനിക്ക് കൊണ്ട് ഒരു തവണ എന്തോ പോസ്റ്റോ കൊറിയറോ എന്തോ വന്നപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടി പോയി. 1, 2, 3 തവണ വേസ്റ്റ് അത് അഗൈൻ താഴത്ത് എന്താ വെച്ചാൽ നമ്മൾ ലിഫ്റ്റും കോമൺ ഏരിയാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര റിസ്ക് ആയിട്ട് നമുക്ക് തോന്നാം. ഈ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ടാവും ഇവിടെ. അപ്പോൾ എന്തൊക്കെയാ സിറ്റുവേഷൻ നമുക്ക് അറിയില്ല. അപ്പോൾ ഞങ്ങൾ കംപ്ലീറ്റ്ലി എന്താ നിയമങ്ങൾ പാലിക്കുക എന്നാണ് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ പുറത്തേക്ക് പോകുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ബാൽക്കണിയിൽ പോയിട്ടാണ് നടത്തവും അല്ലെങ്കിൽ കുറച്ച് നേരം നടക്കും. പിന്നെ വെയിലുള്ള ദിവസമാണെന്ന് വെച്ചാൽ കുറെ വെയിൽ കൊള്ളും. അപ്പോൾ ഈവനിങ് വാക്ക് അവിടെ നടക്കും. വല്ലതും കേട്ടുകൊണ്ടോ പാട്ട് കേട്ടിട്ടോ നടന്നിട്ടോ അതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ട് ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ. പിന്നെ അവിടെ നിന്ന് നമുക്ക് മുഴുവൻ കാണാം. സിറ്റിയുടെ നല്ലൊരു വ്യൂ കിട്ടും. എന്തൊക്കെയാണ് വണ്ടികൾ വരുന്നത് പോണത്. പിന്നെ രാവിലെ ഒരു 8 മണി മുതൽ വൈകുന്നേരം ഒരു 5-5:30 വരെ ഞങ്ങൾക്ക് വെയിൽ കിട്ടും, വെയിലുള്ള ദിവസമാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഞങ്ങളുടെ ഒരു ലൈഫ് സേവർ ആണ് ആ ബാൽക്കണി. അതുള്ള കാരണം ഞങ്ങൾക്ക് ഒരു വളരെ ആശ്വാസമുണ്ട്. കാരണം വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ച് മടുപ്പായി ഇരിക്കുക എന്നുള്ളൊരു ഫീലിംഗ് ഇല്ല. അപ്പോൾ അതല്ലാണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ആ ഡെലിവറി വന്ന 2-3 ആൾക്കാരല്ലാണ്ട് നമ്മൾ ഒരു പുറം ലോകമായിട്ട് വേറൊരാളായിട്ട് കണ്ടിട്ടില്ല. ഓഫ് കോഴ്സ് പണി നടക്കുന്നുണ്ട്. എൻ്റെ ഒഫീഷ്യൽ പണി നന്നായി നടക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതിന്. എൻ്റെ പണി നടക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഞാനിപ്പോൾ ബ്ലോഗിങ്ങിൻ്റെ കാര്യം പറയുകയെന്ന് വെച്ചാൽ ഒരു കഥ പോലെ ഒരു പുതിയൊരു സീരീസ് തുടങ്ങിയിട്ടുണ്ട്. അമ്മിണിക്കുട്ടിയുടെ ലോകം എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ കുട്ടിക്കഥ എന്നോ എന്താ വെച്ചാൽ പറയാം. അപ്പോൾ അതിന് വേണ്ടി എഴുതുക, വരയ്ക്കുക, അങ്ങനെ കുറച്ച് എക്സ്ട്രാ ടൈമും കൂടി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ആക്ച്വലി പറഞ്ഞ സമയമില്ല, ഭയങ്കര തിരക്കാണ്. ഈ കഴിഞ്ഞ 4-5 ആഴ്ചയായിട്ട് നമ്മൾ വിചാരിക്കില്ലേ നമുക്ക് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോടോ നാട്ടിലോ ഫാമിലി എല്ലാവരും ചോദിക്കുമ്പോൾ സിനിമ കാണുകയാണ് അല്ലെങ്കിൽ ഇത് കാണുകയാണ്. ടു ബി വെരി ഫ്രാങ്ക്, സിനിമ ഒന്നും കണ്ടിട്ടില്ല കഴിഞ്ഞ 4-5 ആഴ്ചയായിട്ട്. സമയം തന്നെ കിട്ടിയിട്ടില്ല ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സോ അല്ലെങ്കിൽ ആമസോണിലോ അല്ലെങ്കിൽ അങ്ങനെ. നമ്മളെ സമയം ഈ വീഡിയോ എഡിറ്റിംഗ് ഉണ്ടാവും വല്ലതും, അത് സമയം ഈവനിങ്സിൽ. പിന്നെ എന്താ വെച്ചാൽ ഇപ്പം ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ കാരണം കുറേ സബ്ജക്ട് എക്സ്പേർട്സ് ബാക്കിയുള്ളവർക്ക് ക്ലാസ് എടുത്തിട്ട് അല്ലെങ്കിൽ വെബിനാർസ് സെമിനാർസ് ഒക്കെ ഓൺലൈൻ എടുത്തിട്ട് കുറേ വാല്യൂ അഡീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും അത് കഴിയുന്നതും അങ്ങനത്തെ എസ്പെഷ്യലി നേച്ചർ റിലേറ്റഡ് കാര്യങ്ങൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്സ് ആയതുകൊണ്ട് ബേർഡ്സ് എന്താ പറയുക ബട്ടർഫ്ലൈസ് ബീസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഉള്ള കാരണം ഞങ്ങളും ഡെയിലി അത് ക്യാച്ചപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ ഈവൻ ഇവിടെ അതെ UK ബേസ്ഡ് ആയിട്ടും കുറേ ആൾക്കാർ ഇതുപോലത്തെ ലൈവ് ഈവൻറ്റ്സ് ചെയ്യുന്നുണ്ട് ഡെയിലി ബേസിസിൽ. അപ്പോൾ അതും കുറേ ഞങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ട് അങ്ങനെ. അപ്പോൾ സമയം പോവാത്ത പ്രശ്നമില്ല, ഇല്ലാത്ത പ്രശ്നമേ ഉള്ളൂ. പിന്നെ വീക്കെൻഡ്സിൽ ഓഫ് കോഴ്സ് ഇപ്പോൾ ഇന്ത്യയിൽ പറഞ്ഞ പോലെ എല്ലാവരും ഫ്രീ ആണ്, ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും വെളി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓക്കെ എന്നാൽ വീഡിയോ കോൾ ചെയ്യാം എന്ന് വിചാരിച്ചാൽ വീഡിയോ കോൾ ചെയ്യുമ്പോൾ 1-2 മണിക്കൂറൊക്കെ സംസാരിക്കേണ്ട ആൾക്കാരായിട്ട് ഒരുവിധം കുറേ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞ 4-5 ആഴ്ചയുടെ ഫ്രണ്ട്സ്. അതെ, എല്ലാവർക്കും ഇപ്പോൾ സമയമുണ്ടല്ലോ. അപ്പോൾ ആർക്കും എനിക്ക് സമയമില്ല അല്ലെങ്കിൽ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഇതാവാനില്ല. പിന്നെ നാച്ചുറലി ഒരു കണക്ട് വരുമ്പോൾ നമുക്കും അതെ അവരോട് സംസാരിക്കുമ്പോൾ ഒരു സമാധാനം, സന്തോഷം. അവർക്കും അതെ നമ്മുടെ ശബ്ദം കേൾക്കുമ്പോൾ സന്തോഷം, സമാധാനം. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാന്ന് പറയാം. നമ്മൾ റീകണക്ട് ചെയ്തു നമ്മൾക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട്. പിന്നെ കുട്ടികള് പറയുകയാണെങ്കിൽ കുട്ടികള് വീട്ടിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ സ്കൂളും ക്ലാസ്സൊന്നും ഇല്ല. ബോർഡ് എക്സാംസ് ഈ കൊല്ലം UK ഇല്ല. അപ്പോൾ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളെ വലിയ മകനും ആ സ്റ്റേജിലാണ്. അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല പക്ഷെ എന്നാലും ഗവൺമെന്റ് പറഞ്ഞിട്ട് അത് കാരണം കൊല്ലം നഷ്ടപ്പെടുക അതൊന്നും വരാൻ പോകില്ല. അവര് കോളേജിലെ പെർഫോമൻസ് 2 കൊല്ലത്തെ പെർഫോമൻസും ക്ലാസ് ടെസ്റ്റും അവരുടെ സ്കൂളിലത്തെ ബിഹേവിയറും അല്ലെങ്കിൽ എന്തൊക്കെ വെച്ചാൽ അവരുടെ അസസ്മെന്റ് ചെയ്തിട്ട് അവര് ഒരു ഗ്രേഡ് കൊടുക്കും. ആ ഗ്രേഡിന്റെ ബേസിസിലാണ് അവർക്ക് ഈ 10th-ന്റെയും 12th-ലെയും സർട്ടിഫിക്കറ്റ്സ് കൊടുക്കാൻ പോണത്. അപ്പൊ അത് കാരണം അവർക്ക് ഇപ്പൊ ഇനി അടുത്ത് യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ അതിൽ ലോസ് ഒന്നും വരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊല്ലമൊന്നും നഷ്ടാവില്ല, ഗ്രേഡ്സ് കിട്ടും. രണ്ടാമത്തെ ആള് സെക്കൻഡറി സ്കൂളിലാണ്. അപ്പൊ അവർക്ക് ഇപ്പൊ ഓൺലൈൻ കുറച്ചിങ്ങനെ ഹോംവർക്കും പിന്നെ ക്ലാസ്സസും കുറെ എന്താ പറയുക അസൈൻമെന്റ്സ് പോലെ വായിക്കുക, പവർ പോയിന്റ് പ്രസന്റേഷൻസ് പോലെ ടോപ്പിക്സ് ഫുൾ അങ്ങനെ ഇതായിട്ടുണ്ട്. നാട്ടിൽ പല സ്ഥലത്തുള്ള പോലെ ലൈവ് ക്ലാസ്സസ് ആസ് ഓഫ് നൗ ഇല്ല, പക്ഷേ പോർഷൻസ് ഒക്കെ എല്ലാം കവർ ചെയ്ത് അസസ്മെന്റ്സും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതല്ലാണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഗെയിംസും PS4-ഉം യൂട്യൂബും പാട്ട് ഡാൻസ് കാണും, അങ്ങനെ അതൊക്കെ അവർ ടൈം പാസ് ചെയ്യുന്നുണ്ട്. ന്യൂ നോർമലാണ്. അപ്പൊ നമ്മളെല്ലാവരും ഇതിന്
എത്ര മാസം വേണമെന്ന് അറിയില്ല. എന്നാലും നമുക്കത് പരിചയമായിട്ടേ പറ്റുള്ളൂ. വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്. വി കാൺട്ട് എസ്കേപ്പ് ഫ്രോം ദിസ് റിയാലിറ്റി. UK-ലെ കണ്ടീഷൻ പറയുകയാണെന്ന് വെച്ചാലും എല്ലാ ദിവസവും കേസസ് കൂടുക തന്നെയാണ്. ഗവൺമെൻറ് അതിൻ്റെ എല്ലാ ഡെയിലി ബ്രീഫിംഗ് ഉണ്ട് നാട്ടിലെ പോലെ തന്നെ. കഴിഞ്ഞൊരു 2 ആഴ്ചയായിട്ട് എനിക്ക് കൊണ്ട് കുറച്ചൊരു ഫ്ലാറ്റായോ സംശയമുണ്ട്. പക്ഷെ അവർ പറയണത് ഇപ്പോഴും മുഴുവൻ എവിഡൻസ് ഇപ്പോഴും ആയിട്ടില്ല എന്താണ് സ്ഥിതി. എന്താ വെച്ചാൽ ഏകദേശം എനിക്ക് കൊണ്ട് ഏകദേശം ഇപ്പോൾ 1.40-1.5 ലക്ഷം കേസസ് ആയിട്ടുണ്ട്. ആ റേഞ്ചിൽ എത്തി തുടങ്ങി നമ്മൾ. പോസിറ്റീവ് കേസസ് ടെസ്റ്റിംഗ് ഒക്കെ കൂട്ടിയിട്ടുണ്ട്. അവർ 1 ലക്ഷം ടെസ്റ്റിംഗ് ചെയ്യും എന്നാണ് പറയുന്നത് ഈ മാസം അവസാനം ആകുമ്പോഴേക്കും. പക്ഷെ അതൊന്നും ഇപ്പോൾ എത്തിയിട്ടില്ല. 20,000 ആ റേഞ്ചിലാണ് എപ്പോഴും ടെസ്റ്റിംഗ് ഡെയിലി നടക്കുന്നത്. അതുപോലെ മരണമായാലും 17,000-18,000 ആ റേഞ്ചിൽ മരണം എത്തിക്കഴിഞ്ഞു ടോട്ടൽ. അപ്പോൾ അവർ പറയണ ഈ ഒരു റേറ്റിൽ പോവുകയാണെങ്കിൽ മിക്കവാറും ഇറ്റലിയെക്കാട്ടിലും അധികം മരണം ചിലപ്പോൾ ഉണ്ടായിക്കൂടാന്ന് കഴിയില്ല. അപ്പോൾ യൂറോപ്പിൽ ഏറ്റവും ഹിറ്റ് ചെയ്യുന്ന ഒരു കൺട്രി ആവും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പറ്റി അവർ കുറേ പ്ലാനും ഗവൺമെൻറ് പറയണത് ഞങ്ങൾ സയൻസ് ഫോളോ ചെയ്യുക എന്നാണൊക്കെ അവർ പറയണത്. ചീഫ് സയൻറ്റിഫിക് ഓഫീസർ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് പറഞ്ഞത് നമുക്കറിയില്ല എത്ര സമയം എടുക്കും എന്ന്. അപ്പോൾ അത് ഇങ്ങനെ സം സോർട്ട് ഓഫ് സോഷ്യൽ ഡിസ്റ്റൻസിങ്, സം സോർട്ട് ഓഫ് മെഷേഴ്സ് ഓർ ലോക്ക്ഡൗൺ വിൽ ഹാവ് ടു ബി ദെയർ till a vaccine or medicine is available. Life will not be normal. അല്ലെങ്കിൽ this will be the new normal. അതന്നെ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഇത്. പിന്നെ ഓഫ് കോഴ്സ് ഈ ഇതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന NHS നാഷണൽ ഹെൽത്ത് സർവീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മെഡിക്കൽ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ആൻഡ് അതർ മെഡിക്കൽ കെയർ ഗീവേഴ്സ് തന്നെയാണ്. ദേ ആർ ഫൈറ്റിംഗ് ദ ബാറ്റിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇൻഫെക്ഷൻ്റെ അതൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് ഈ കൊറോണ വൈറസ് കേസസിന് വേണ്ടി സ്പെഷ്യലായിട്ട് UK-ൽ പല സ്ഥലത്തും നൈറ്റിംഗേൽ എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ഹോസ്പിറ്റൽസ് അവർ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ലണ്ടനിൽ ഓൾറെഡി ഓപ്പണായി, മാഞ്ചസ്റ്ററിൽ ഓപ്പണായി, ബർമിംഗ്ഹാമിൽ ഓപ്പണായി. അങ്ങനെ പല സ്ഥലത്തും അവർ ഇങ്ങനെ എമർജൻസി ബേസിസിൽ ഹോസ്പിറ്റൽസും ഏകദേശം എനിക്ക് കൊണ്ട് 18,000 20,000 ഓഡ് നഴ്സസ് ഡോക്ടേഴ്സ് പണ്ട് റിട്ടയർ ചെയ്ത് പോയ അല്ലെങ്കിൽ ജോലി വിട്ടുപോയ അവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അവരെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ മെയിൻ ഫോക്കസ് ഇവിടെ PPE-യുടെ മുകളിലാണ്. ഡെയിലി ഗവൺമെന്റിന് ഡെയിലി ചോദ്യമാണ് അതിന്റെ മുകളിൽ. PPE-യുടെ ഷോർട്ടേജ് ആണ്, സ്റ്റോക്സ് ഇല്ല, വേൾഡ് ഓവറിൽ ഇഷ്യൂ ആണ് അത്. അതുപോലെ തന്നെ കുറെ മരണങ്ങൾ നടന്നിട്ടുണ്ട്. ഈ NHS ഡോക്ടേഴ്സോ അല്ലെങ്കിൽ നഴ്സ് അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട കെയർ ഹോംസ് അവിടെ എനിക്കൊണ്ട് ഇന്നിപ്പോൾ കണ്ടത് ഏകദേശം 100ഓളം ആൾക്കാർ, ഡോക്ടേഴ്സ്, നഴ്സസ്, ഈ ബന്ധപ്പെട്ട ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇന്ത്യൻസും കുറച്ച് പേരുണ്ട് അതിൽ. പ്രത്യേകിച്ച് മലയാളി കമ്മ്യൂണിറ്റിയിൽ നമ്മൾ കുറേ നഴ്സുമാരും ഡോക്ടർമാരൊക്കെ അവിടെ വർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ആസ് എ മലയാളി അല്ലെങ്കിൽ ഒരു ആസ് എ ഇന്ത്യൻ അതൊരു കൂടുതലൊരു നമ്മൾക്ക് എഫക്റ്റ് ചെയ്യും അത് കേൾക്കുമ്പോൾ. എല്ലാ ജീവനും വിലപ്പെട്ടതല്ല എന്നല്ല കേട്ടോ, ബട്ട് നമുക്ക് എത്രയായാലും ഒരു ഇമോഷണൽ കണക്ട് ഉണ്ടാവുമല്ലോ. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് പറയണത് എനിക്ക് വൺ ഓഫ് ദ ഫ്യൂ രാജ്യങ്ങളാണ് വേൾഡില് ഗവൺമെന്റ് ക്ലിയർ ആയി പറഞ്ഞിരിക്കുന്നത് മാസ്ക് യൂസ് ചെയ്യേണ്ടെന്ന്. പുറത്തിറങ്ങുമ്പോൾ ഒരു ഹെൽത്തി പേഴ്സൺ ഡസന്റ് ഹാവ് ടു യൂസ് എ മാസ്ക്. സയന്റിഫിക് എവിഡൻസ് ഇല്ലാന്നാണ് അവർ പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അതന്നെയാണ് പറയണമെന്നാണ് ഗവൺമെന്റ് പറയുന്നത് കേട്ടത്. എന്താ ഹെൽത്തി ആയിട്ടുള്ള ഒരാള് മാസ്ക് ഇടണം എന്നില്ല എന്നാണ് അവരുടെ ഒഫീഷ്യൽ അഡ്വൈസ്. പിന്നെ കുറേ സപ്പോർട്ട് ഗവൺമെന്റ് മുമ്പ് പറഞ്ഞ പോലെ ഫൈനാൻസ് സപ്പോർട്ടൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആൾക്കാർ യൂസ് ചെയ്ത് ആൾക്കാരുടെ ജോലി പോകാണ്ടിരിക്കാനും സപ്പോർട്ട് ചെയ്യാനും ബിസിനസ്സിന് അതൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അത് 2-3 മാസത്തേക്കാണ് സപ്പോർട്ട്. പറഞ്ഞ പോലെ എത്ര സമയം എടുക്കും നമുക്ക് ആർക്കും അറിയില്ല. എന്നാലും ഒരു ബിഗ് ബാറ്റിൽ ഇസ് ഓൺ. അതൊക്കെയാണ് ഇവിടുത്തെ കൊറോണ കാല വിശേഷങ്ങൾ. ഗവൺമെന്റും അതോറിറ്റീസ് ഒക്കെ പറയണ പോലെ നിയമങ്ങൾ അല്ലെങ്കിൽ എന്താ വെച്ചാൽ അതുപോലെ പാലിക്കുക. അപ്പോൾ സ്റ്റേ അറ്റ് ഹോം ആൻഡ് സ്റ്റേ സേഫ്. ഞങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക് വീഡിയോസായിട്ട് വീണ്ടും വരാം അടുത്ത ആഴ്ചയൊക്കെ. അതൊക്കെ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ മിസ് ചെയ്യില്ല. അപ്പോൾ അടുത്ത തവണ കാണുന്നവരേക്കും ബൈ.